ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ കേരള ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. പാർട്ട് 8 അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, പാർട്ട് 7 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കാണാം. അതൊക്കെ ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, പോയി കാണാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്രൊണോളജി, ഹിസ്റ്ററി പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു ക്രൊണോളജി, ഒരു കാലഗണന പാലിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാലഗണനയ്ക്ക് അനുസരിച്ച് പഠിച്ചാൽ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റുകൾ ഓർത്തിരിക്കാനും ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ ഓർത്തിരിക്കാനും ഒക്കെ എളുപ്പമുണ്ടാവും. അതിൽ പ്രകാരം നമ്മൾ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിച്ചപ്പോഴും അതല്ലെങ്കിൽ ഇതിക്ക് മുന്നേ പഠിച്ച ഓരോ സാമൂഹിക മുന്നേറ്റ സമരങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചപ്പോൾ, പ്രക്ഷോഭങ്ങളും ഒക്കെ പഠിച്ചപ്പോൾ ഒത്തിനും ഒരു കാലഗണന നമ്മൾ കാത്തു പാലിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് വീഡിയോകളൊക്കെ കണ്ടൻറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അത് യൂസ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് റാൻഡം ആയിട്ട് വീഡിയോകൾ സെലക്ട് ചെയ്ത് പരമാവധി കാണാതിരിക്കുക. ഇനി നിങ്ങൾ റിവൈസ് ചെയ്യുന്ന ആൾക്കാരാണ്, കൂടുതൽ എക്സ്ട്രാ പോയിന്റ്സിന് വേണ്ടിയിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് MC ജോസഫിനെ കുറിച്ചാണ്. MC ജോസഫ് എന്നാണ് ജനിക്കുന്നത്? 1897, മരിക്കുന്നത് 1981. 1897 ജനിക്കുന്നു, 1981 മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ്? മൂക്കൻ ചേരിൽ ചെറിയാൻ ജോസഫ്. ജനനം 1887 ജൂൺ 6, തൃപ്പൂണിത്തുറ, എറണാകുളത്താണ്. കുറേ നവോത്ഥാന നായകന്മാർ തിരുവനന്തപുരത്താണ് ജനിച്ചിരിക്കുന്നത്. എന്നാലും നമ്മൾ കണ്ടു, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ആരൊക്കെ, പണ്ഡിറ്റ് കറുപ്പനായിക്കോട്ടെ, വാഗ്ബടാനന്ദനായിക്കോട്ടെ, ഒന്നും തിരുവനന്തപുരത്ത് ജനിച്ച ആളുകളല്ല. അപ്പോൾ ഇദ്ദേഹം MC ജോസഫ് എവിടെ ജനിച്ചത്? തൃപ്പൂണിത്തുറ, എറണാകുളത്താണ്. യുക്തിവാദി ജോസഫ് എന്നറിയപ്പെടുന്നു. യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. അപ്പോൾ MC ജോസഫിനെ യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണൻപിള്ളയാണ്. അല്ലെങ്കിൽ യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്നറിയപ്പെടുന്നത് MC ജോസഫാണ്. യുക്തിവാദി MC ജോസഫ് എന്ന പുസ്തകം എഴുതിയത് MK സാനുവാണ്. MK സാനു ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് അധികം പേർക്ക് അറിയേ. എന്നാൽ സാധാരണ അതിന് നമ്മൾ PSCയിൽ അപ്ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ടച്ചിലിരിക്കുന്ന അല്ലാത്തൊരാളാണെങ്കിൽ ചിലപ്പോൾ അത്ര അങ്ങോട്ട് വിചാരിക്കില്ല. യുക്തിവാദി MC ജോസഫ് എന്ന് എഴുതിയത്, ആ പുസ്തകം എഴുതിയത് ആരാണ്? MK സാനു ആണ്. യുക്തിവാദി മാസികയുടെ സ്ഥാപകരിൽ ഒരാളാണ്. നോക്കൂ, യുക്തിവാദി എന്നൊരു മാസികയുണ്ട്. ആ മാസികയുടെ സ്ഥാപകരിൽ ഒരാളാണ് ആര്? MC ജോസഫ്. സഹോദരൻ അയ്യപ്പനുമായി ചേർന്നാണ് യുക്തിവാദി മാസിക ആരംഭിച്ചത്. അപ്പോൾ യുക്തിവാദി എന്ന മാസികയ്ക്ക് പുറകിൽ 2 പേരുണ്ട്. MC ജോസഫും ഉണ്ട്, സഹോദരൻ അയ്യപ്പനുണ്ട്. സഹോദരൻ അയ്യപ്പനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് കഴിഞ്ഞു. അത് ഏത് ക്ലാസ്സാ? പാർട്ട് 5 സഹോദരൻ അയ്യപ്പൻ ഉണ്ടായിരിക്കുക. അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള പോയിന്റുകളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് പോയി കാണാം. സഹോദരൻ അയ്യപ്പനുമായി ചേർന്ന് ആര്? MC ജോസഫ് ചേർന്നിട്ട് എന്ത് ചെയ്തു? യുക്തിവാദി എന്ന മാസിക ആരംഭിച്ചു. 45 വർഷത്തോളം യുക്തിവാദി മാഗസിൻ എഡിറ്റർ ആയിരുന്നു ആര്? MC ജോസഫ്. 45 വർഷത്തോളം, ഏകദേശം ഒരു അര നൂറ്റാണ്ടോളം MC ജോസഫ് യുക്തിവാദി മാഗസിൻ്റെ എഡിറ്ററായിരുന്നു. ഭാരതീയ യുക്തിവാദി സംഘം MC ജോസഫ് അവാർഡ് നൽകി വരുന്നു. ഭാരതീയ യുക്തിവാദി സംഘം MC ജോസഫിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ MC ജോസഫ് അവാർഡ് എന്ന പേരിലുള്ള ഒരു അവാർഡ് ഉണ്ട്, അത് നൽകി വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് പാമ്പാടി ജോൺ ജോസഫ്. 1887 ജനിക്കുന്നു, 1940, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ അദ്ദേഹം മരിച്ചു പോവാണ്. 1887 ജനിക്കുന്നു, 1940 മരിക്കുന്നു. പാമ്പാടി കോട്ടയത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. പാമ്പാടി ജോൺ ജോസഫ് എവിടെ ജനിക്കുന്നത്? പാമ്പാടി, കോട്ടയം. പിതാവ് പാമ്പാടി ജോൺ ആണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. ആ പേര് തന്നെ ഉണ്ടല്ലേ, പാമ്പാടി ജോൺ ജോസഫ്. ഔസേപ്പ് എന്നായിരുന്നു ആദ്യകാല നാമം. ഈ ജോസഫിൻ്റെ ആദ്യകാല നാമം ഈ ഔസേപ്പ് എന്നായിരുന്നു. ചേരമർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി 1921 തിരുവിതാംകൂർ ചേരമൻ മഹാസഭ, ഇത് ഫേമസ് ആണ്, ചേരമൻ മഹാസഭ, ചേരമർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പാമ്പാടി ജോൺ ജോസഫ് 1921 തിരുവിതാംകൂർ ചേരമൻ മഹാസഭ രൂപീകരിച്ചു. അരേ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ച ആരാണ്? അറിയ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ. അറിയാവുന്നൊരു കമൻറ്റ് ബോക്സിലിടാം, അറിയാത്തവർ തൊട്ട് മുന്നത്തെ ക്ലാസ് പോയി കാണാം. ഓക്കെ, സ്ഥാപക പ്രസിഡന്റ് പാറാടി അബ്രഹാം ഐസക്കാണ്. നോക്കൂ, ഈ ചേരമൻ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വന്ന ചേരമൻ മഹാസഭ രൂപീകരിച്ചു പാമ്പാടി ജോൺ ജോസഫ്. എന്നാൽ ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? പാറാടി അബ്രഹാം ഐസക്കാണ്. ഇനി ചേരമൻ മഹാസഭയുടെ മുദ്രാവാക്യം ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല. എന്തുപരമായി? ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല. ചേരമൻ മഹാസഭയുടെ മുഖപത്രം സാധുജനദൂതൻ. ചേരമൻ മഹാസഭയുടെ മുഖപത്രം എന്താണ്? സാധുജനദൂതൻ. പട്ടാള സേവനം അവസാനിപ്പിച്ച്
സാമുദായ സേവനത്തിന് ഇറങ്ങി അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആദ്യം പട്ടാള സേവനത്തിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം സാമുദായിക ഉന്നമനത്തിന് വേണ്ടിയിട്ടും നവീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. പാമ്പാടി ജോൺ ജോസഫിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും. അതായത് ക്രിസ്ത്യൻ സമുദായം പൊതുവേ ഇങ്ങനെ ജാതി വ്യവസ്ഥ ഇല്ല, അങ്ങനെയൊക്കെ ഒരു ചിന്തയാണല്ലോ നമുക്ക്. പക്ഷേ അദ്ദേഹത്തിന് പറയാണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും. ചെറുമ ബോയ് ദളിത് ക്രിസ്ത്യാനികളോട് ഉള്ള സിറിയൻ ക്രിസ്ത്യാനികളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് എഴുതിയ വർക്കാണ് അല്ലെങ്കിൽ ഒരു പുസ്തകമാണ് ചെറുമ ബോയ് എന്ന് പറയുന്നത്. ദളിത് ക്രിസ്ത്യാനികളോട് സിറിയൻ ക്രിസ്ത്യാനികളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് എഴുതിയൊരു പുസ്തകമാണ് എന്ത്? ചെറുമ ബോയ്. ശ്രീമൂലം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹം 1935 അംഗമായിരുന്നിട്ടുണ്ട്. ശ്രീമൂലം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1935 പാമ്പാടി ജോൺ ജോസഫ് അംഗമായിരുന്നിട്ടുണ്ട്. ദളിത് ക്രിസ്ത്യാനികൾക്കായി ബ്രിട്ടീഷ് പാർലമെന്റിൽ മെമ്മോറാണ്ടം അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ദളിത് ക്രിസ്ത്യാനികൾക്കായി ബ്രിട്ടീഷ് പാർലമെന്റിൽ മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആളെ നോക്കാം. അടുത്ത ആൾ ഇച്ചിരി പ്രധാനപ്പെട്ട ആളാണ്. അടുത്ത രണ്ടുപേരും കെ കേളപ്പൻ. ക്ലാസ് ചിലപ്പോൾ കുറച്ച് നീളാൻ സാധ്യതയുണ്ട്. സാദരം നിങ്ങൾ കേട്ടിരിക്കുക. ഓക്കെ, സഹോദരൻ അയ്യപ്പൻ 1889 ജനനം. 1889 ജനനം. 1968 അദ്ദേഹം മരിക്കുന്നുണ്ട്. ജനനം 1889 ഓഗസ്റ്റ് 29. സഹോദരൻ അയ്യപ്പൻ എവിടെയാണ് ജനിക്കുന്നത്? ചെറായി, എറണാകുളം. ചെറായി, എറണാകുളത്താണ് സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത്. ചെറായിൽ ജനിച്ച മറ്റൊരു നവോത്ഥാന നായകനുണ്ട്, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ചെറായിൽ ജനിച്ച മറ്റൊരു നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. ജാതീയമായ അനാചാരങ്ങൾക്കെതിരെ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച സംഘടന കേരള സഹോദര സംഘം. ഈ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ചത് സഹോദര സംഘം, കേരള സഹോദര സംഘം. ഓക്കെ, ഇവിടെ റിപ്പീറ്റ് ആയിട്ടുണ്ട്, സോറി. ജാതീയമായ അനാചാരങ്ങൾക്കെതിരെ സഹോദരൻ അയ്യപ്പനെ ആരംഭിച്ച സംഘടനയാണ് കേരള സഹോദര സംഘം. സ്ഥാപിച്ച വർഷമാണ് 1917. 1917 സഹോദരൻ അയ്യപ്പൻ കേരള സഹോദര സംഘം എന്നുള്ളൊരു സംഘം രൂപീകരിച്ചത്. എന്തിനെതിരായിട്ടാണ്? ജാതീയമായ അനാചാരങ്ങൾക്കെതിരെയായിട്ടാണ്. ഓക്കെ, സഹോദര സംഘത്തിൻ്റെ മുഖപത്രം സഹോദരൻ. വളരെ ഈസിയാണ്. എന്നിട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സഹോദരൻ എന്നുള്ള അത് എന്തിൻ്റെ മുഖപത്രമാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സഹോദരൻ സംഘത്തിൻ്റെ മുഖപത്രം സഹോദരൻ. മട്ടാഞ്ചേരിയിൽ നിന്നാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. സ്റ്റേറ്റ്മെൻറ്റിൽ വരാട്ടോ. സഹോദരൻ അയ്യപ്പൻ എന്ന സാമൂഹിക പരിഷ്കർത്താവ് കൊണ്ടുവന്ന മുഖപത്രമായ സഹോദരൻ എവിടെ നിന്നാണ്? അല്ലെങ്കിൽ മട്ടാഞ്ചേരിയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഇതോ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണോ ശരിയാണോ? ഓക്കെ, പ്രഥമവാക്യം, അതായത് ഈ സഹോദരൻ എന്ന് പറയുന്ന മുഖപത്രത്തിൻ്റെ പ്രഥമവാക്യം എന്താണ്? മനുഷ്യരെല്ലാം സഹോദരന്മാർ ആകുന്നു. വേറെ കോംപ്ലിക്കേഷനൊന്നുമില്ല. മനുഷ്യരെല്ലാം സഹോദരന്മാർ ആകുന്നു. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ജാതി നശീകരണം, അല്ലെങ്കിൽ ജാതീയമായ അനാചാരങ്ങൾ ഇല്ലാതിരിക്കുക. ജാതി എന്ന് പറയുന്ന കാര്യത്തെ തന്നെ ഉന്മൂലനം ചെയ്യുക. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ചൊരു പത്രമാണ് വേലക്കാരൻ. ഇത് മുഖപത്രമാണ്. എന്തിൻ്റെ? സഹോദര സംഘത്തിൻ്റെ മുഖപത്രമാണ് സഹോദരൻ. എന്നാൽ ഒരു പത്രം ആരംഭിച്ചിട്ടുണ്ട്, അതാണ് വേലക്കാരൻ. 1933 അദ്ദേഹം അത് ആരംഭിക്കുന്നത്. ഡെയിലി വർക്കർ എന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൻ്റെ മാതൃകയിലാണ് അദ്ദേഹം വേലക്കാരൻ എന്ന പുസ്തകം ആരംഭിച്ചത്. 1933 അദ്ദേഹം വേലക്കാരൻ എന്ന പത്രം ആരംഭിക്കുമ്പോൾ അദ്ദേഹം മാതൃകയാക്കിയത് ഇംഗ്ലീഷ് ഒരു പ്രസിദ്ധീകരണമാണ്. ഇംഗ്ലീഷിൽ ഡെയിലി വർക്കർ എന്നൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അതിൻ്റെ മാതൃകയിലാണ് അദ്ദേഹം വേലക്കാരൻ എന്ന ഒരു പത്രം 1933 ആരംഭിച്ചത്. യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ബടാനന്ദനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ബടാനന്ദനാണ്. എന്നാൽ വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത്, അല്ലെങ്കിൽ പത്രമാണ്, മാസിക അല്ല, പത്രം ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. നോക്കൂ, മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചു 1917. എന്താണ് വാഗ്ബടാനന്ദൻ ചെയ്തത്? വാഗ്ബടാനന്ദൻ പ്രീതി ഭോജനാണ് ചെയ്തത് അല്ലേ? മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? അത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണേ സഹോദരൻ അയ്യപ്പൻ. 1917 ഇത് ആരംഭിച്ചത് അദ്ദേഹം ചെറായിക്കാരനാണ്. അപ്പോൾ ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത്. മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് ശേഷം യാഥാസ്ഥിതികൾ ഇദ്ദേഹത്തെ വിളിച്ചത് പുലയൻ അയ്യപ്പൻ എന്നാണ്. അപ്പോൾ ഈ മിശ്രഭോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? പല ജാതിയിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് സഹോദരത്വേന ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അത് കേരളത്തിൽ കുറേ കാലം വരെ ഒരു 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 പ്രായോഗികമായ ഒരു കാര്യമേ അല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് ശേഷം കുറേ യാഥാസ്ഥിതികരുണ്ടാവുമല്ലോ, ഇതിനൊക്കെ ഭയങ്കര തെറ്റാണെന്ന് പറയുന്ന ആൾക്കാർ, ഫണ്ടമെൻ്റലിസ്റ്റുകൾ എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. അവർ ഇദ്ദേഹത്തെ വിളിച്ചത് പുലയൻ
അയ്യപ്പൻ എന്നാണ്. 2017 കേരള ഗവൺമെൻറ് 100 വർഷം ആഘോഷിച്ച ഒരു സാമൂഹിക മുന്നേറ്റമാണ് എന്ത്? മിശ്രഭോജന പ്രസ്ഥാനം. ഓക്കെ, ഇത് വളരെ നല്ലൊരു ഇത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇനി ചിലപ്പോൾ ചോദിക്കില്ല, പക്ഷെ ഓർത്ത് വെക്കുക. 2017 കേരള ഗവൺമെൻറ് 100 വർഷം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് മിശ്രഭോജന പ്രസ്ഥാനം. ആരുടെ ആ സഹോദരൻ അയ്യപ്പൻ്റെ. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച മറ്റൊരു മാസികയാണ് യുക്തിവാദി. സ്ഥാപിക എഡിറ്റർ സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി അതിൻ്റെ സ്ഥാപക എഡിറ്റർ സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം യുക്തി ഏന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഘനിച്ചതിൽ ലഭിച്ചതല്ലാതെ ഒന്നും ലോകവിജ്ഞാന രാശിയിൽ. ഓക്കെ, യുക്തി ഉപയോഗിച്ച് മനുഷ്യൻ ചിന്തിച്ച് മനുഷ്യൻ്റെ ബുദ്ധിയിൽ ലഭിച്ചതല്ലാതെ ഒന്നും ലോകവിജ്ഞാനത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് മതവും ജാതികളും ജാതി വ്യവസ്ഥയും വർണ്ണാശ്രമ ധർമ്മം ഒന്നിലേക്കും ലോകത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നാണ് യുക്തിവാദിയുടെ ആപ്തവാക്യം അർത്ഥമാക്കുന്നത്. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ ലഭിച്ചതല്ലാതെ ഒന്നും ലോകവിജ്ഞാന രാശിയിൽ. സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന. ഇതൊരു സാംസ്കാരിക സംഘടനയാണ്. എന്ത്? വിദ്യാപോഷിണി സാംസ്കാരിക സംഘടന. അദ്ദേഹം സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ അല്ലെങ്കിൽ സ്ഥാപിച്ച ഒരു സാംസ്കാരിക സംഘടനയാണ് വിദ്യാപോഷിണി. സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1928. സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ കൊച്ചി രാജ്യത്തിൻ്റെ കീഴിലായിരിക്കുമല്ലോ ആരൊക്കെ? ചെറായിൽ ജനിച്ച ചെറായിയൊക്കെ ആണ്. അപ്പോൾ അദ്ദേഹം ഏത് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക്? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1928. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി. 1938 സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി. കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവായി അറിയപ്പെടുന്നു. തൊഴിലാളി സംഘടനകളുടെ സ്ഥാപകപിതാവ്. എവിടത്തെ? കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവായി അറിയപ്പെടുന്നു. കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, നോക്കൂ. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് ആദ്യമായി തൊഴിലാളികളോട് സംസാരിച്ചു. റഷ്യൻ വിപ്ലവം അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു സംഭവമാണല്ലേ. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് ആദ്യമായിട്ട് തൊഴിലാളികളോട് സംസാരിച്ചു. കൊച്ചി മന്ത്രിസഭയിലും തിരുകൊച്ചി മന്ത്രിസഭയിലും അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. കൊച്ചി മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നിട്ടുണ്ട്. തിരുകൊച്ചി സംയോജനം നടന്നതിന് ശേഷം നടന്ന മന്ത്രിസഭയിലും സഹോദരൻ അയ്യപ്പൻ അംഗം ആയിരുന്നിട്ടുണ്ട്. കൊച്ചി രാജ്യത്ത് പ്രായപൂർത്തി വോട്ടവകാശം നേടിയെടുക്കാൻ പ്രയത്നിച്ചു. കൊച്ചി രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം ലഭിക്കാനായിട്ട് അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട്. വിദ്യാപോഷിണി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ചെറായിൽ ആരംഭിച്ചൊരു സംഘടനയാണ് ശ്രീനാരായണ സേവിക സമാജം. നോക്കൂ, ശ്രീനാരായണ ഗുരുവിനെ മാതൃകയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ധാരയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ശ്രീനാരായണ സേവിക സമാജം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കും. ഇത് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ തന്നെ. ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതിതാൻ ഹിന്ദുമതം എന്ന് ഹിന്ദുമതത്തെ വിമർശിച്ച് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഇത്തരത്തിലുള്ള കൊട്ടേഷൻ ഞാൻ വേഗം വായിച്ചു പോകുന്നത് നിങ്ങൾ നോക്കണ്ട. ഓരോ പോയിന്റും വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ വായിക്കുക. ഇതൊക്കെ പലവട്ടം ഈ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ശ്രീനാരായണ ഗുരു, തൈക്കാട്ട് അയ്യ, വാഗ്ബടാനന്ദ് അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമി, പിന്നെ ആരുണ്ടാവും? നമ്മളുടെ സഹോദരൻ അയ്യപ്പൻ ഉണ്ടാവും. നമ്മൾ കൃത്യമായിട്ട് സഹോദരൻ അയ്യപ്പനെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ 1 മാർക്ക് സ്വാഹിയാവും കേട്ടോ. നമുക്ക് ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു, ജാതിയെ വിധിക്കുന്നു, ജാതി സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതിതാൻ ഹിന്ദുമതം. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക. സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റും, ധീരമായി ചോദ്യം ചെയ്യണമെന്നുള്ള ധൈര്യം വേണം. ജന്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ. പ്രധാന കൃതികൾ: റാണി സന്ദേശം, പരിവർത്തനം, ഉജ്ജീവനം, അഹല്യ, മാവേലി നാടു വാണിടും കാലം. ആ കവിത എഴുതിയതാരാ? അത് സഹോദരൻ അയ്യപ്പനാണ്. മാവേലി നാടു വാണിടും കാലം നമുക്കറിയാലോ. അത് എഴുതിയത് സഹോദരൻ അയ്യപ്പനാണ്. മറ്റു കൃതികൾ അതൊക്കെ: റാണി സന്ദേശം, പരിവർത്തനം, ഉജ്ജീവനം, അഹല്യ. ഇദ്ദേഹം കുറച്ച് അഭയമന്ദിരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ശാന്തി മന്ദിരം എവിടെയാ? അശരണരും ആണ് കേട്ടോ ഉദ്ദേശിച്ചാണ്. അശരണരും
അശരണരും അംഗഭംഗം സംഭവിച്ച വനിതകൾക്കായിട്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? വനിതകൾക്കായിട്ടാണ്. ആരുമില്ലാത്ത വനിതകളും അതുപോലെ തന്നെ എന്തെങ്കിലും അംഗഭംഗം അവയവങ്ങളൊക്കെ മാറ്റി കുറച്ച് വൈകല്യമുള്ള വനിതകൾക്കായിട്ട് സ്ഥാപിച്ചൊരു അഭയമന്ദിരമാണ് ശാന്തി മന്ദിരം. പിന്നെ ആനന്ദഭവൻ, അനാഥ കുട്ടികൾക്കായിട്ടുള്ളതാണ്. അദ്ദേഹം സ്ഥാപിച്ചതാണ് ആനന്ദഭവൻ. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ച വർഷം 1968. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിലാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെറായി. ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ സ്പീഡ് കുറച്ചിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഇനി കുറച്ച് സ്പീഡ് കൂടുതൽ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും സ്പീഡ് കൂട്ടിയിട്ടും കാണാവുന്നതാണ്. ഓക്കെ, അടുത്തത് ആരാ? കെ കേളപ്പൻ. വളരെ പ്രധാനപ്പെട്ടതാണല്ലേ കെ കേളപ്പൻ. ഇപ്പോൾ കെ കേളപ്പൻ ജനിച്ചത് 1889, മരിക്കുന്നത് 1971. ജനനം 1889 ഓഗസ്റ്റ് 24. 1884 ഓഗസ്റ്റ് 24. മൂടാടിക്കടുത്ത് മുജുക്കുന്ന്, കോഴിക്കോട്. അതായത് കോഴിക്കോടാണ് അദ്ദേഹം. മൂടാടിക്കടുത്ത് മുജുക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. NSSന്റെ ആദ്യ പ്രസിഡന്റ്, NSSന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് കെ കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ഏക കേരളീയനാണ് ആര്? കെ കേളപ്പൻ. അതായത് നമ്മുടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, സിവിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ഈ ചൗരി ചൗര ഇൻസിഡൻറ്റിനൊക്കെ ശേഷം അദ്ദേഹം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അങ്ങ് സസ്പെൻഡ് ചെയ്തല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഇൻഡിവിജ്വൽ സത്യാഗ്രഹങ്ങളാണ് പിന്നീട് ഗാന്ധിജി കൊണ്ടുവരുന്നത്. അങ്ങനെ വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് തിരഞ്ഞെടുത്ത ഏക കേരളീയൻ, ഗാന്ധിജി തിരഞ്ഞെടുത്ത ഏക കേരളീയനാണ് ആര്? കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തോടെ അനുബന്ധിച്ചിട്ടുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ഏത് വർഷം? 1930. ഉപ്പു സത്യാഗ്രഹം നടക്കുന്നത് 1930. അതിന് നേതൃത്വം നൽകി. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. കോഴിക്കോട് നിന്ന് പയ്യന്നൂർ ഉളിയത്ത് കടവിൽ ഉപ്പു സത്യാഗ്രഹം നടത്തിയ നേതാവാണ് ആര്? കെ കേളപ്പൻ. കോഴിക്കോട് നിന്ന് അദ്ദേഹം പയ്യന്നൂരെത്തി. പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് എന്ന് പറയുന്ന ആ ഒരു തീരപ്രദേശത്ത് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് ഉപ്പു സത്യാഗ്രഹം നടത്തിയ നേതാവ്. എന്നാണ് നടക്കുന്നത്? 1930 ഏപ്രിൽ 21 ഈ പറയുന്ന സത്യാഗ്രഹം നടക്കുന്നത്. ഉളിയത്ത് കടവ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത്. രണ്ടാം ബർദോളി. ഉളിയത്ത് കടവ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നു. 32 പേർ എവിടെ വെച്ച് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആലപിച്ച ഗാനം ആരാ? വരിക വരിക സഹചരേ സഹന സമരമായി, അങ്ങനെ ഒരു പാട്ടില്ലേ, നമ്മൾ പണ്ട് ദൂരദർശനിൽ ഇത് കേൾക്കാൻ കഴിയുമായിരുന്നു. ആലപിച്ച ഗാനം, അതായത് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച ഗാനമാണ് വരിക വരിക സഹചരേ. ഇതിൻ്റെ രചന അംശി നാരായണപിള്ളയാണ്. പലവട്ടം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അംശി നാരായണപിള്ള. വരിക വരിക സഹചരയുടെ എന്ന ഗാനത്തിൻ്റെ രചന നടത്തിയത് അംശി നാരായണപിള്ളയാണ്. ഗുരുവാർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് സത്യാഗ്രഹത്തിൻ്റെ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ആര്? കെ കേളപ്പൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസിൻ്റെ കമ്മിറ്റി പ്രസിഡന്റ്, അതായത് KPCCയുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു ആര്? കെ കേളപ്പൻ. എപ്പോൾ? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് 1947 KPCCയുടെ പ്രസിഡന്റാണ് ആര്? കെ കേളപ്പൻ. ഓക്കെ, നോക്കാം. തൃശ്ശൂരിൽ ഐക്യ കേരള യോഗ അധ്യക്ഷനായിരുന്നു 1948. അതായത് 1948 ഒരു ഐക്യ കേരള സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമായിട്ട് ഒരു ഐക്യ കേരള യോഗം വിളിച്ചു ചേർത്തു 1948 തൃശ്ശൂരിൽ. അതിൻ്റെ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. പിന്നീട് അടുത്ത വർഷമൊക്കെ ആയിട്ട് അത് സാധിക്കുന്നില്ല എന്ന് വന്നപ്പോൾ കെ കേളപ്പൻ ആ സ്ഥാനം ഒഴിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഹരിജനങ്ങൾക്കായി ഗോപാലപുരത്തെ കോളനി അദ്ദേഹം സ്ഥാപിച്ചു. നായർ വൃത്തിജന സംഘത്തിൻ്റെ സ്ഥാപനം നോക്കൂ. അദ്ദേഹം സ്ഥാപിച്ച സംഘത്തിൻ്റെ പേരാണ് നായർ വൃത്തിജന സംഘത്തിൻ്റെ
സ്ഥാപക പ്രസിഡന്റ്. ഐക്യ കേരള രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഐക്യ കേരള ഞാൻ പറഞ്ഞല്ലോ അധ്യക്ഷനായിരുന്നു അദ്ദേഹം 1948. തിരുനാവായിൽ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഉപവാസത്തിൽ കിടന്നിട്ടുണ്ട്. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് അപ്രാപ്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? കെ കേളപ്പൻ. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ആളുകൾക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുമോ? ഒന്നാണ് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ സ്വരാജ് അങ്ങനെയാണെങ്കിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സ്വരാജ് നമുക്ക് എത്തിപ്പിടിക്കാനായിട്ട് കഴിയില്ല, അപ്രാപ്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? കെ കേളപ്പനാണ്. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ പറ്റി കൊച്ചു പാകിസ്ഥാനെ സൃഷ്ടിക്കുന്നു. ഇന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേനെ. എന്നാൽ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ അവിടെ കൂടുതൽ മുസ്ലിങ്ങളായതുകൊണ്ടായിരിക്കും ഒരു കൊച്ചു പാകിസ്ഥാനെ സൃഷ്ടിക്കുന്നു എന്ന പേരിൽ അദ്ദേഹം ഒരു കമൻറ്റ് നടത്തിയത്. അന്ത്യജനോദ്ധാരണ സംഘം 1920 അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അന്ത്യജനോദ്ധാരണ സംഘം. ഇതിൻ്റെ ആദ്യ സെക്രട്ടറിയാണ്, സ്ഥാപക സെക്രട്ടറിയാണ് ആര്? കെ കേളപ്പൻ. ആദ്യ പ്രസിഡന്റ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ്. ശ്രീകൃഷ്ണൻ അല്ല, സി കൃഷ്ണൻ. 1927 പാറൻ സ്ക്വയറിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രൂപീകരിച്ച സംഘടനയാണ് എന്ത്? അന്ത്യജനോദ്ധാരണ സംഘം. 1952 പൊന്നാനി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ 1952 ഒരു പൊതു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പൊന്നാനി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കെ കേളപ്പൻ എന്ത് ചെയ്തു? ലോക്സഭയിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം 1971 ഒക്ടോബർ 6 അന്തരിച്ചു. കേളപ്പൻ്റെ ജീവചരിത്രം എഴുതിയത് MP മന്മഥൻ ആണ്. NP മന്മഥൻ. അദ്ദേഹം ജീവചരിത്രമാണ്. അദ്ദേഹത്തിന് ആത്മകഥയൊന്നും എഴുതിയിട്ടില്ല കെ കേളപ്പൻ. അദ്ദേഹത്തിന് ജീവചരിത്രം എഴുതിയത് ആരാണ്? MP മന്മഥൻ ആണ്. പത്മശ്രീ നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കെ കേളപ്പൻ. കെ കേളപ്പന് പത്മശ്രീ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം നിരസിച്ചു. അപ്പോൾ പത്മശ്രീ നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? കെ കേളപ്പൻ. ഓക്കെ, നോക്കൂ. കെ കേളപ്പൻ മാതൃഭൂമിയിൽ പത്രാധിപരായിട്ട് ഇരുന്നിട്ടുണ്ട്. കേളപ്പനെ തപാൽ സ്റ്റാമ്പിൽ ആദരിച്ചത് 1990. ഞാൻ ജനിച്ച വർഷമാണ് 1990. കെ കേളപ്പനെ തപാൽ സ്റ്റാമ്പിൽ ആദരിച്ചത് 1990. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനാണ് ആര്? കെ കേളപ്പൻ. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം, തിരുനാവായ നിരാഹാര സത്യാഗ്രഹം എന്നിവ നയിച്ചത് ആരാണ്? കെ കേളപ്പൻ. അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം, തിരുനാവായ നിരാഹാര സത്യാഗ്രഹം ഇതൊക്കെ നയിക്കുന്നത് ആരാണ്? കെ കേളപ്പനാണ്. സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് വിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്നു. നേതൃത്വം ആചാര്യ കൃപലാനി നേതൃത്വം നൽകിക്കൊണ്ട് വന്ന ഒരു പാർട്ടിയാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. ഇതിൽ അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം കോൺഗ്രസ് വിടുകയും കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേരുകയും ചെയ്തു. അതിൻ്റെ നേതൃത്വത്തിൽ ആരായിരുന്നു? ആചാര്യ കൃപലാനി. കേരള സർവോദയ പ്രസ്ഥാനത്തിൻ്റെയും ഭൂദാന പ്രസ്ഥാനത്തിൻ്റെയും നേതാവ്. കേരളത്തിൽ സർവോദയ പ്രസ്ഥാനം ഭൂദാന പ്രസ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ നേതാവാണ് കെ കേളപ്പൻ. കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം പാക്കനാർപുരം കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം പാക്കനാർപുരം കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നത്? പാക്കനാർപുരം കോഴിക്കോട്. ഓക്കെ, അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ലാസ്റ്റത്തെ സ്ലൈഡാണ്. ചെറിയൊരു പോയിന്റുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്ത വ്യക്തി ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. TR കൃഷ്ണസ്വാമി അയ്യർ 1890 ജനിക്കുകയും 1935 മരണമടയുകയും ചെയ്യാണ്. തിരുവില്ലാമലയ്ക്ക് അടുത്ത് പഴയന്നൂർ ഗ്രാമത്തിലാണ് TR കൃഷ്ണസ്വാമി അയ്യർ 1890 ജനിക്കുന്നത്. ഹരിജന വിദ്യാർത്ഥികൾക്കായി ശബരി ആശ്രമം സ്ഥാപിച്ചു. നോക്കുക, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നമുക്കറിയാം അദ്ദേഹം ഒരു അല്ല, സവർണനാണ്, മേൽജാതിയിൽപ്പെട്ടൊരു വ്യക്തിയാണ്. എങ്കിൽ പോലും അദ്ദേഹം ജാതി വ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്നില്ല. ഹരിജന വിദ്യാർത്ഥികൾക്കായിട്ട് അദ്ദേഹം ശബരി ആശ്രമം സ്ഥാപിച്ചു. 1923 പാലക്കാട് ജില്ലയിലെ അകത്തെ തറയിൽ ഒരു മിശ്രഭോജനം സംഘടിപ്പിച്ചു. അദ്ദേഹം മിശ്രഭോജനം സംഘടിപ്പിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കില്ല ആരൊക്കെയാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേരും വേറെ കുറച്ച് ആൾക്കാരുടെ പേര് തന്നു തീർച്ചയായും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇദ്ദേഹം ഒരു സവർണനല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് തോന്നി ചിലപ്പോൾ നിങ്ങൾ എടുക്കില്ല. ഇദ്ദേഹവും ഒരു മിശ്രഭോജനം 1923 നടത്തിയിട്ടുണ്ട്. അതെവിടെയാണ്? പാലക്കാട് ജില്ലയിലെ അകത്തെ തറ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇതേ തുടർന്ന് ഇദ്ദേഹത്തെ സമൂഹത്തിൽ നിന്നും എന്ത് ചെയ്തു? ഭ്രഷ്ട് കൽപ്പിച്ചു. മറ്റൊരു ജാതിയിലത്തെ കീഴ് ജാതിയിൽപ്പെട്ട ആളുകളോട് സംസാരിക്കുക, തൊടുക, തൊട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, ഇലയിൽ കഴിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഒട്ടും ആൾക്കാർ അംഗീകരിക്കില്ല. അതിൻ്റെ തുടർന്ന് അദ്ദേഹം നടത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് സമുദായത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഭ്രഷ്ട് കൽപ്പിച്ചു. ഉപ്പു സത്യാഗ്രഹം സമയത്ത് പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത് കൃഷ്ണസ്വാമി അയ്യരാണ്. പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക്
എന്ത് ചെയ്തു? ജാഥ നയിച്ചു. ജാഥയല്ല കേട്ടോ, ജാഥ നയിച്ചു. വളരെ കുറച്ച് പോയിന്റുകളുള്ളൂ TR കൃഷ്ണസ്വാമിയെ പറ്റിയിട്ട്. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട 2 പേരെ കൂട്ടി പഠിച്ചു. കെ കേളപ്പനും അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പനും. മറ്റുള്ള ആളുകൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. MC ജോൺ, പാമ്പാടി ജോൺ മത്തായി, അവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെയൊന്നും വിട്ടുകളയാനായിട്ട് പാടില്ല. ഓക്കെ, ഈ 3 പേര് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അവർ കുറച്ചും കൂടി പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ നിങ്ങൾ നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അതും എന്ത് ചെയ്യണം? നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മളതൊക്കെ പരമാവധി ദൂരീകരിച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ, ബൈ, താങ്ക് യു.